യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 46-ാം അധ്യായത്തിന്റെ 3-4 വചനങ്ങൾ, ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. അത് വലിയൊരു സന്തോഷത്തിൻ്റെ വചനമാണ്. വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ ആയിരിക്കും. ഇവിടെ പ്രായമായി തുടങ്ങിയവരൊക്കെ ഇരിപ്പുണ്ട്. നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലെത്തി രക്ഷിക്കുകയും ചെയ്യും. നിനക്ക് നര ബാധിക്കുമ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോഴും നിന്നെ വഹിക്കുന്ന, നിന്നെ ചുമലിലേറ്റുന്ന, നിന്നെ താങ്ങുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷേ നീ സ്നേഹിച്ചവർ, നീ ജീവിതം കൊടുത്ത് വളർത്തിയവർ, നിന്റെ മക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ നിന്നെ കൈവിട്ടാലും, നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ നര ബാധിക്കുമ്പോഴും നിന്നെ കൈകളിൽ വഹിക്കുന്ന ദൈവം, നിനക്ക് നര ബാധിക്കുമ്പോഴും നിന്നെ ചുമലിലേറ്റുന്ന ദൈവം. പ്രായമായ അപ്പച്ചമാരും അമ്മച്ചമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സങ്കടപ്പെടണ്ട, നിങ്ങൾ കർത്താവിൻ്റെ കൈകളിലാ. കർത്താവിൻ്റെ കൈകളിലാ നിങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും. മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും, ജീവിത പങ്കാളി സ്നേഹിച്ചില്ലെങ്കിലും, കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യെശയ്യാ 49:15 മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? ഒരു ചോദ്യമായത്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒരിക്കലും മറക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയില്ല. ഞാനൊരു അനുഭവം പറയുന്നു. കോവിഡിനൊക്കെ മുൻപ് കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന മന്ദിരത്തിൽ നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ നമ്മുടെ ടീമിലുള്ള ഒരു മകൻ ഇങ്ങനെ തെരുവിൽ നിന്നൊക്കെ ആ കാലഘട്ടത്തിൽ ആളുകളെ ധ്യാനത്തിന് കൊണ്ടുവരുന്നു. നമ്മുടെ ആ നടക്കുന്ന ധ്യാനത്തിന് 1000-ലധികം പേര് പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം പട്ടണത്തിലെ തെരുവിൽ ജീവിക്കുന്ന കള്ളന്മാർ, വേശ്യാവൃത്തി നടത്തുന്നവരെ 10 പേരെ ധ്യാനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. 10 പേര്. ആ ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ ഈ 10 പേരോട് സംസാരിച്ചു. അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ അവർ കരയുവാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുവാൻ തുടങ്ങി. ആ 10 പേരെ ഞാൻ കണ്ടു. അതിൽ ഒരു സഹോദരിയുടെ അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. കോട്ടയം പട്ടണത്തിൽ വേശ്യാവൃത്തി നടത്തുന്നൊരു സ്ത്രീ, സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നൊരു സ്ത്രീ. അവർ എന്നോട് പറയുകയാണ്, ഞാൻ ഒത്തിരി പാപത്തിലാണ് ജീവിക്കുന്നത്. അവർ പറഞ്ഞു, ഞാൻ 4 പ്രസവിച്ചു, 4 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു. 4 കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് കളഞ്ഞു. ആദ്യത്തെ കുഞ്ഞുങ്ങളെ ഏതോ വീട്ടുപറ്റതോ കണ്ടോ കൊണ്ടു. പിന്നെ ലാസ്റ്റ് കുഞ്ഞിനെ എവിടെയോ ഈ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെയുള്ള ഏതോ സ്ഥാപനത്തിൽ കൊണ്ട് കളഞ്ഞു. അവർ കരയുക എൻ്റെ അടുക്കിരുന്ന്. ആ സ്ത്രീ കരയുക. അവർ പറയുക, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം അവിടെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച ആ സ്ത്രീ എൻ്റെ അടുക്കൽ നിന്ന് കരയുക. അവർ പറയുക, എൻ്റെ ഇളയ കുട്ടിക്ക് 6 മാസമേ പ്രായമായിട്ടുള്ളൂ, 6 മാസമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിൻ്റെ അപ്പനാരാണെന്നൊന്നും ആ സ്ത്രീക്ക് അറിയത്തില്ല. ഞാൻ ഈ പറയുന്നത്, ഈ അൾത്താരയിൽ നിന്ന് പറയുന്നത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ആ സ്ത്രീ ഇപ്പോൾ
അവിടെ കെട്ടിയവൻ വന്നിട്ടുണ്ട്, പക്ക കള്ളനാ, കള്ളത്തരവും പിടിച്ചുപടിയും മോശമായിട്ട് നടക്കുന്ന ഒരാളെ ഇപ്പോൾ ഭർത്താവായിട്ട് ജീവിക്കുന്നത്. ആ മനുഷ്യൻ ധ്യാനിക്കുന്നുണ്ട്. ആ മനുഷ്യനുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ നല്ലൊരു തീരുമാനമെടുത്തു. മോഷണം നിർത്തുവാൻ, വ്യഭിചാരം നിർത്തുവാൻ, പാപജീവം നിർത്തുവാൻ ആ 10 പേര് തീരുമാനമെടുത്തു എന്നുള്ളതാണ്. കൺവെൻഷൻ കഴിഞ്ഞ് ഈ 10 പേരെയും നമ്മുടെ ഈ പ്രേക്ഷിതനായിട്ടുള്ള വ്യക്തി പല ഇതുപോലുള്ള ആളുകൾക്ക് നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ കൊണ്ടുയാക്കി. അങ്ങനെ അവരൊക്കെ പുതുജീവിതം ആരംഭിച്ചു. ഞാൻ ഓർക്കുന്നത് ആ സഹോദരിയുടെ കണ്ണുനീര. 6 മാസം മുൻപ് പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞിനെ ഓർത്ത് എൻ്റെ മുൻപിൽ നിന്ന് കരയുന്ന ഒരമ്മ, വിശപ്പടക്കാൻ വേണ്ടി വേശ്യാവൃത്തി ചെയ്യുന്നൊരു സ്ത്രീ. ഹല്ലേലൂയ. ഇങ്ങനെയും മനുഷ്യരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. വചനം ചോദിക്കുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവോ? ഇല്ല, ഒരിക്കലും ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല. അത്രമാത്രം ഏതൊരമ്മയും തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. കുഞ്ഞ് വളർന്ന് എത്ര തല്ലിപ്പൊടിയായാലും കുഴപ്പക്കാരനായാലും വേണ്ടില്ല, തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മ. അതുപോലെ തന്നെ അപ്പന്മാരും. ഒരിക്കലും ഒരപ്പനും തൻ്റെ മക്കളെ ഉപേക്ഷിക്കാനോ തള്ളിപ്പറയാനോ പറ്റില്ല. ഒരപ്പൻ്റെയും നെഞ്ചിൻ്റെ അകത്ത് മക്കൾക്ക് സ്ഥാനമുണ്ട്. അപ്പന്മാരും മക്കളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് വേണ്ടിയല്ലേ ഓരോ അപ്പനും ജീവിതത്തിൽ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും. തുടർന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത്, പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഉള്ളം കയ്യിൽ നിന്റെ പേര് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടയ്ക്കൊക്കെ യേശു ഇങ്ങനെ കൈകളിൽ നോക്കിയാൽ കാണുന്നത് നമ്മുടെയൊക്കെ പേരുകളാണ്. നമ്മളെ ഓരോരുത്തരെയും അവൻ കാണുന്നു, അറിയുന്നു. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് മായ്ച്ചു കളയത്തില്ല, ആ മായ്ക്കാൻ കർത്താവിന് പറ്റത്തില്ല. അത്രമാത്രം എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. പാപികളെയും എല്ലാവരെയും അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന് 31-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, എഫ്രയീം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ പൊന്നോമന കുട്ടൻ, അവനോട് എനിക്ക് നിസ്സീമമായ കരുണ തോന്നുന്നു. അവനോട് എനിക്ക് നിസ്സീമമായ കരുണ. ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റും. നിസ്സീമമായ കരുണ തോന്നുന്നു. അത് കഴിഞ്ഞ് പറയുന്ന വചനം എന്താണെന്നറിയാമോ? അവന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. അവന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രിസ്തു ഉയർത്തപ്പെട്ടു. മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് അവൻ ഉയർത്തപ്പെട്ടു. കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ട് ശിരസിൽ മുൾമുടി തറയ്ക്കപ്പെട്ടു. അവന്റെ താടി രോമങ്ങൾ അവർ വലിച്ചു പറിച്ചു, മുഖത്ത് തുപ്പി, കവളിൽ മാറി മാറി അടിച്ചു. ശരീരമെല്ലാം ചമ്മട്ടി കൊണ്ട് അടിച്ചു തകർക്കപ്പെട്ടു. ശരീരം മൊത്തം മുറിവേറ്റവനായി, നഗ്നനായി കുരിശിൽ അവൻ ഉയർത്തപ്പെട്ടു. അവൻ പരിഹാസപാത്രമായി. അവനെ എല്ലാവരും അപമാനിച്ചു, അവഹേളിച്ചു. അവസാനം അവന്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടു, അവന്റെ നെഞ്ച് പിളർക്കപ്പെട്ടു. എഫ്രയീം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ പൊന്നോമന കുട്ടൻ, അവനോട് എനിക്ക് നിസ്സീമമായ കരുണ തോന്നുന്നു. അവനു വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, മാനവരാശിക്ക് മുഴുവൻ വേണ്ടി ക്രിസ്തുവിന്റെ ഹൃദയം തുടിക്കുകയാ. 2000 വർഷം മുൻപ് ആ ഹൃദയം പിളർക്കപ്പെട്ടു.
ആ ഹൃദയത്തിൽ ചുങ്കക്കാരനും പാപിക്കും വേശ്യയ്ക്കും തെമ്മാടിക്കും വഴി കിടക്കുന്നവനും എല്ലാവർക്കും ഇടമുണ്ട്. എല്ലാവർക്കും, കള്ളനും പാപിക്കും തെമ്മാടിക്കും വേശ്യയ്ക്കും മദ്യപനും എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്. അവൻ ആരെയും മാറ്റി നിർത്തത്തില്ല. അവൻ മരിച്ചത് സഹിച്ചത് മാനവരാശിക്ക് വേണ്ടിയാ. യേശു ക്രിസ്തു മാനവരാശിയുടെ ഏകരക്ഷകന്, മറ്റൊരു രക്ഷകനില്ല. അവനിലൂടെ മാത്രമേ സ്വർഗത്തിലെത്താൻ പറ്റൂ. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. അവൻ ആരെയും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കത്തില്ല. ഞാനും നിങ്ങളുമൊക്കെ പലരെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സത്യം അത്. നമ്മളെ ദ്രോഹിച്ചവര്, നമ്മളെ വേദനിപ്പിച്ചവര്, നമ്മളെ സ്നേഹിക്കാത്തവര്, നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവര്, അവരെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കി കഴിഞ്ഞു. നീ ആരെയൊക്കെ പുറത്താക്കിയോ അവരെ എല്ലാവരെയും യേശു തന്റെ ഹൃദയത്തിന്റെ അകത്താക്കിയിരിക്കുക. കാരണം നിന്നെ ദ്രോഹിച്ച എല്ലാവരെയും യേശു സ്നേഹിക്കുന്നുണ്ട്. അവൻ സ്നേഹമാ, അവനെ സ്നേഹിക്കാനേ പറ്റൂ. നിനക്ക് നന്മ ചെയ്തവരെയും നിന്നെ ദ്രോഹിച്ചവരെയും എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും നമ്മൾ വെറുക്കാനായിട്ട് പാടില്ല. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, യേശു നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് 54-ാം അധ്യായത്തിന്റെ 7-8 വചനങ്ങൾ. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. ഉണ്ടോ? മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. മഹാകരുണ, ദൈവത്തിൻ്റെ മഹാകരുണ നമ്മുടെ മേൽ നിരന്തരം ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുക. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും. നീ എത്ര പാപിയാണെങ്കിലും, എത്രമാത്രം തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര അശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര വലിയ തിന്മകൾ ദൈവത്തിനെതിരെ ചെയ്ത വ്യക്തിയാണെങ്കിലും, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. നീ എത്ര പാപം ചെയ്താലും യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിന് നമ്മളെ ആരെയും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വേണ്ടിയാണ് അവൻ സഹിച്ചതും കുരിശിൽ മരിച്ചതുമെല്ലാം എനിക്കും നിങ്ങൾക്ക് വേണ്ടി. ഒരിക്കലും നമ്മളെ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ യേശുവിന് കഴിയത്തില്ല. അത്രമാത്രം യേശുവിന് നമ്മളെ എല്ലാവരെയും ഇഷ്ടമാണ്. അത്രമാത്രം നമ്മളെ എല്ലാവരെയും യേശുവിന് സ്നേഹമാണ്. ഹല്ലേലൂയ. നമ്മോട് കരുണ കാണിക്കും, നമ്മോട് അനുകമ്പ കാണിക്കും. നായീൻ എന്ന പട്ടണത്തിലൂടെ യേശുവും ശിഷ്യന്മാരും വരുമ്പോൾ യേശു കാണുന്ന കാഴ്ച, ഒരു വലിയ ജനാവലി കടന്നു വരിക. യേശു അവിടെ നിന്നു. യേശു അടുത്തു ചെല്ലുകയാണ്. വിധവയായ സ്ത്രീ മനസ്സു നൊന്ത് കരയുക. അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറഞ്ഞു, മകളെ നീ കരയണ്ട. ലൂക്ക 7-ാം അധ്യായം 13-14 വചനങ്ങൾ. മകളെ നീ കരയണ്ട. അവളെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു. അവളോട് പറയുക, മകളെ നീ കരയണ്ട, സങ്കടപ്പെടണ്ട. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും യേശു പറയുന്നു, മകളെ നീ കരയണ്ട, മകനെ നീ കരയണ്ട. നിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇടപെടാനായിട്ട് പോകുക. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും. നാളെയല്ല, ഇന്ന്
ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടാനായിട്ട് പോകുകയാണ്. ഒരു സ്വർഗത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ആ വിധവയായ സ്ത്രീ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല, മകൻ്റെ മൃതശരീരമായിട്ട് പോകുമ്പോൾ യേശുവിനെ വഴി വെച്ച് കാണുമെന്നും യേശു തൻ്റെ മകന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നൊന്നും ആ അമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധം കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്താനായിട്ട് പോകുകയാണ്. നീ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, മക്കളെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.